ഹലോ ഗൈസ്, പെരുന്നാളിന് രാവിലെ തന്നെ അലാറം വെച്ച് ബ്ലാങ്കറ്റ് മാറ്റി എണ്ണിച്ച് നല്ല തണുപ്പുണ്ടായിരുന്നു. പോരാതെ റൂമിൽ എസിയും കൂടി ആയതുകൊണ്ട് പിന്നെ എണ്ണിക്കാൻ തന്നെ മടിയായിരിക്കും. പിള്ളേരെ വിളിച്ചിട്ട് അവന്മാരൊന്നും മൈൻഡ് പോലും ചെയ്യാതെ തിരിഞ്ഞു കിടക്കുകയാണ് ചെയ്തത് ഗൈസ്. എന്നാൽ പിന്നെ പിള്ളേർ കുറച്ചുകൂടെ കിടക്കട്ടെ, ഞാൻ ആ മഞ്ഞൊന്ന് പോയി കാണാമെന്ന് വിചാരിച്ച് പുറത്തെ ഡോറ് തുറന്ന് ഞാനൊന്ന് നോക്കി. ചുറ്റുമൊന്നും കാണാത്ത വിധം മഞ്ഞ് മൂടി കിടക്കുമായിരുന്നു ഗൈസ്. തിരിച്ചു വന്ന് ഞാൻ ബ്ലാങ്കറ്റ് എല്ലാം മടക്കി ഇട്ട് ഇടാലോ ഷർട്ടും പാൻറ്റും എടുത്ത് ഞാൻ സെറ്റാക്കി ഇട്ടു. ശേഷം കുളിച്ചിട്ട് വന്നിട്ട് റെഡിയായി പുറത്തിറങ്ങിയപ്പോഴത്തേനും ഹക്കീമിക്ക റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. ഹക്കീമിക്ക പറഞ്ഞത് ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോടാ, ചുറ്റുമെല്ലാം മഞ്ഞുകൊണ്ട് മൂടിയേക്കുവാണല്ലോടാ. സത്യം പറഞ്ഞാൽ ഈ തണുപ്പത്ത് ഞങ്ങൾ കിടുങ്ങി വിറച്ചാണ് നേരെ പള്ളിയിലേക്ക് പോയത്. പള്ളിയിൽ എല്ലാവരും എത്തി തുടങ്ങിയിരുന്നു. തക്ബീർ ആൾറെഡി തുടങ്ങിയിരുന്നു ഗൈസ്. അങ്ങനെ ഗൈസ്, നിസ്കാരമെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് പെരുന്നാൾ സ്നേഹം എല്ലാം കൈമാറിയതിന് ശേഷം ഞങ്ങളൊന്ന് റൗണ്ട് അടിക്കാൻ നടക്കാൻ വേണ്ടി ഇറങ്ങി ഗൈസ്. ആ തണുപ്പൊന്നും മാറിയിട്ടില്ലായിരുന്നു. നേരെ ഞങ്ങൾ മെസ്സിലേക്കാണ് പോയത്. കാലത്തൊന്നും കഴിച്ചില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. മെസ്സി വന്നപ്പോഴേക്കും എല്ലാവരും ഫുഡ് കഴിച്ച് തുടങ്ങിയിരുന്നു. ഞങ്ങളും പ്ലേറ്റ് എടുത്തു. ജാമും ബട്ടറുമാണ് ആദ്യം പ്ലേറ്റിലേക്ക് വിളമ്പിയത്. പിന്നെ നേരെ മോർണിംഗ് ഫുഡ് എന്താണെന്ന് നോക്കി ലൈനിന്റെ പുറകെ നടന്ന് മുന്നിലെത്തി. നല്ല ചൂട് പൊറോട്ടയും ചൂട് കടലക്കറിയും പുഴുങ്ങിയ മുട്ടയായിരുന്നു മോർണിംഗ് ഫുഡ് ഗൈസ്. പൊറോട്ട നമ്മുടെ നാട്ടിലെ പോലെ നല്ല സ്മൂത്ത് പൊറോട്ടയൊന്നും ആയിരുന്നില്ല, കുറച്ച് ഹാർഡായിരുന്നു. എങ്കിലും പോലും ടേബിളിൽ പോയിരുന്ന് കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് കഴിച്ചു ഗൈസ്. പുറത്തിറങ്ങിയപ്പോഴത്തേനും മഞ്ഞൊന്നും മാറിയിട്ടില്ലായിരുന്നു ഗൈസ്. പിന്നെ പെരുന്നാളിൽ എല്ലാവരും പുറത്തു പോകാൻ വേണ്ടി റെഡി ആയിട്ട് ക്യാമ്പിന്റെ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ പ്ലാനിങ് തന്നെ വേറെ ആയിരുന്നു ഗൈസ്. തണുപ്പൊന്നും മാറി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇറങ്ങാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ രണ്ടെണ്ണം ഒരുങ്ങിച്ചവൻ ഞാൻ പുറത്തോട്ട് ഇറങ്ങി. എന്തുകൂടെ നമ്മുടെ പുഷ്പയിലെ ഡയലോഗ് ഉണ്ടല്ലോ, പുഷ്പ എന്ന ഫയർ അല്ലടാ, വൈൽഡ് ഫയർ എന്ന് പറയുന്ന പോലെ പിള്ളേർ ചുമ്മാ തീയായിരുന്നു ഗൈസ്. എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഉച്ചയായിരുന്നു ഗൈസ്. ബിരിയാണി റെഡിയാണ്. കുറേ നേരം ലൈനിൽ നിന്ന ശേഷമാണ് കൗണ്ടറിലേക്ക് എത്തിയത്. സലാഡ് കിട്ടി, പിക്കിൾ കിട്ടി, കുക്കുംബർ കിട്ടി, പപ്പടം കിട്ടി, കൂടെ ഒരു ഐസ്ക്രീമും കിട്ടി. ചിക്കൻ ബിരിയാണി നോക്കിയാണ് കൗണ്ടറിലോട്ട് ചെന്നത്. ചിക്കൻ ബിരിയാണി തീർന്നു ഗൈസ്. എന്നാലും മട്ടൻ ബിരിയാണി കിട്ടിയിട്ടുണ്ട്. എന്നാൽ പിന്നെ മട്ടൻ ബിരിയാണി ഒന്ന് അടിച്ചു നോക്കാമെന്ന് തന്നെ കരുതി. റൈസൊന്നും നല്ലതായിട്ട് ഇളക്കി കുറച്ച് സലാഡൊന്ന് വെള്ളോട്ടൊന്ന് ഒഴിച്ചതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ അതിനുശേഷം മട്ടനെ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. മട്ടനൊന്ന് ഇളക്കി നോക്കി. പിള്ളേരെല്ലാം പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തന്നെയാണ് അവരുടെ അഭിപ്രായം. മട്ടൻ നല്ല സ്മൂത്തി ആൻഡ് സോഫ്റ്റി ആയിരുന്നു ഗൈസ്. അവർ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നാട്ടിൽ ഉമ്മ വെച്ചിരുന്ന ബിരിയാണിയെ പറ്റി ഓർത്തത്. കുറച്ച് സഡ് അടിച്ചെങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ച് റൂമിൽ വന്നു. എൻ്റെ എണ്ണയാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ആ എണ്ണ കിട്ടി ഗൈസ്. എണ്ണ എടുത്ത് നോക്കിയപ്പോഴാണ് ഒന്ന് ശ്രദ്ധിച്ചത്, തണുപ്പ് മൂലം ഐസായി പോയിരുന്നു. പിന്നീട് അതിനെ വെയിലത്ത് കൊണ്ടുവച്ച് ചൂടാക്കി നേരെയാക്കി എടുത്തു. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യും.